നമ്മളൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പണിയെടുക്കുന്ന രാജ്യം. നമ്മൾ കാണേണ്ടത് സൊമാലിയ. ഫ്ലാഷ് ബാക്ക്. यहाँ केरल की जनजातीय जनता शेड्यूल्ड ट्राइब, उसमें जो चाइल्ड डेथ रेशियो है, सोमालिया से भी स्थिति खतरनाक है. നമ്മൾ കാണേണ്ടത് സൊമാലിയ. सोमालिया से भी. പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. നമസ്കാരം. പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്, ഈ ഒരു ഡയലോഗ് എത്ര കാലമായിട്ട് നമ്മൾ മറക്കില്ലല്ലേ. നിങ്ങളിപ്പോൾ കണ്ടത് ഷാജി പാപ്പൻ മീഡിയയിൽ ഇന്നലെ മുതൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. അതായത് സുരേഷ് ഗോപിയുടെ കല്യാണം, മോളുടെ കല്യാണമായിരുന്നു 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് ഒരുവിധം എല്ലാ ആസ്പെക്റ്റും അവർ സോഷ്യൽ മീഡിയ വളരെ പ്രോപ്പറായിട്ട് കവർ ചെയ്തിരുന്നു. വെൽ ഓർഗനൈസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നത് മീഡിയനെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി, റെസ്ട്രിക്റ്റ് ഇൻ ദ സെൻസ് ഭയങ്കരമായിട്ട് മീഡിയ കാരണം അവർ ഈ പിന്നെ കല്യാണത്തിന് വന്നവർക്ക് കല്യാണം കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ചില കേസിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്നാൽ അവർ പ്രോപ്പറായിട്ട് മീഡിയനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ട ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് മീഡിയനെ വരെ തൃപ്തരാക്കിയിട്ടുള്ളൊരു ഒരു കല്യാണമായിട്ടാണ്, ഒരു സെലിബ്രിറ്റി മാരേജ് ആയിട്ടാണ് എനിക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ കേട്ടോ. പക്ഷേ എന്താണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വിവാദങ്ങളുണ്ടായിരുന്നു. മമ്മൂക്കാൻ്റെ കൈകെട്ടി നിൽക്കുന്ന വിവാദം, പിന്നെ ആ ഒരു സെക്യൂരിറ്റി ചെക്കിൻ്റെ ഇഷ്യൂ ഉണ്ടായി. ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, പിന്നെ മോദിജി വരുന്ന റിലേറ്റഡ് ആയിട്ട് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലി ഇതിനൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിവാദങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ഇന്നലെ ഫേസ്ബുക്കിൽ സുരേഷ് ഗോപി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് പുള്ളിയുടെ മോള് ഇപ്പം നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു പോസ്റ്റ് ഇട്ടു. ഇൻ ദ ലൈറ്റ് ഓഫ് ബേസ്ലെസ് മാലീഷ്യസ് ഇൻഫർമേഷൻ സ്പ്രെഡിംഗ് ഓൺ സോഷ്യൽ മീഡിയ, ഐ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ ദാറ്റ് ഓർണമെൻറ്റ്സ് ദാറ്റ് ഭാഗ്യ വാസ് വെയറിംഗ് എവറി ബിറ്റ് വെയർ ഗിഫ്റ്റ്സ് ഫ്രം ഹെർ പാരൻസ് ആൻഡ് ഗ്രാൻഡ് പാരൻറ്റ്. അതായത് പുള്ളിയുടെ മോള് കല്യാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പണ്ടങ്ങളും പാരൻസിൻ്റെയും ഗ്രാൻഡ് പാരൻസിൻ്റെയും ഇതാണ്. പ്രോപ്പറായിട്ട് GST ബില്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഓർണമെൻറ്റ്സ് ആണ് ധരിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സെൻറ്റൻസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഹംബിൾ സോൾ ഈസ് കേപ്പബിൾ ഓഫ് ഫുൾഫില്ലിംഗ് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ദീസ് റെസ്പോൺസിബിലിറ്റീസ്. ഈ ഒരു ഹംബിൾ സോൾ ആണ് യൂസേജ്, നല്ല അടിപൊളി യൂസേജ് ഉണ്ട്, നല്ല അടിപൊളി സെൻറ്റൻസ്. ഹംബിൾ സോൾ, അതായത് ഈ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാൻ ഈ പാവം പിടിച്ച മനുഷ്യൻ എന്ന് പറയില്ലേ, ആ ഒരു യൂസേജ്. പാവം പിടിച്ച ആളെന്നല്ല, ഒരു ഹംബിൾ സോൾ ആയിട്ടുള്ള അത്ര വിനീതനായിട്ടുള്ള ഒരാൾ ഇതിന് കേപ്പബിളാണ് എന്നും പറഞ്ഞിട്ട് പുള്ളി ഒരു പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ അതിൽ നടക്കുന്നുണ്ടെന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് പുള്ളി ഇട്ടത്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. നമ്മളിപ്പോൾ സുരേഷ് ചേട്ടനെ പല കേസിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളാണ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ മാധ്യമപ്രവർത്തകരുടെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ സുരേഷ് ചേട്ടനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ പുള്ളി ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ഒരുപാട് സീരിയസ് കാര്യമാണത്. ഓക്കെ, പുള്ളി പറഞ്ഞത് നമ്മൾ അതിൽ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം വെച്ചാൽ ഫുഡ് വേസ്റ്റേജിനെ കുറിച്ചാണ് പുള്ളി സംസാരിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരാളും ന്യായീകരിക്കില്ല. ഭക്ഷണം, പ്രത്യേകിച്ച് ഞാൻ മിഡിൽ ഈസ്റ്റിലായിരുന്നല്ലോ, 15 വർഷം മിഡിൽ ഈസ്റ്റിലായിരുന്നു. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഈ അറബ്സിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരുപാട് നേരിട്ടൊക്കെ ഇവരായിട്ട് ഇടപഴകുന്ന സമയത്തും, പിന്നെ ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കീ അക്കൗണ്ട്സായിട്ട് കുറച്ച് പാലസും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഷെയ്ക്കിൻ്റെ പാലസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഈ ബിസിനസ് പ്രോസസ് ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ ഞാനവിടെ വർക്ക് ചെയ്ത സമയത്ത് ഇവരുടെ ഈ ഇവരുടെ ഈ ഇൻറ്റേർണൽ പ്രോസസ്സൊക്കെ കാണുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് അവരെല്ലാവരും സൽക്കരിക്കട്ടോ. അവർക്ക് ആതിഥ്യമര്യാദ ഭയങ്കര കൂടുതലുള്ള ആൾക്കാരാണ്. പക്ഷേ എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ച് ഞാൻ ആരെയും അത് പറയുന്നതാണെന്ന് ചോദിച്ചോളൂ. എന്നുവെച്ചാൽ അവരെല്ലാവരും ആതിഥ്യമര്യാദ കൊണ്ട് അവരൊക്കെ ഭയങ്കരമായിട്ട് സൽക്കരിക്കും. പക്ഷേ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് ഭക്ഷണം അവിടെ വേസ്റ്റായി പോയിരുന്നു. ലോട്ട് ഓഫ് ഫുഡ് ബീങ് വേസ്റ്റഡ്. ഇപ്പോൾ ഷെഫൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാലസിലുള്ള ഷെഫൊക്കെ അവർക്ക് ചില സമയത്ത് ഇപ്പോൾ ടൊമാറ്റോ മറ്റേ പച്ചക്കറികളൊക്കെ കിട്ടുന്ന സമയത്ത് ഫ്രഷ് പച്ചക്കറി ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ നേരെ ഡംപ് ചെയ്ത് കളയും. കാരണം അത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. കാരണം അങ്ങനത്തെ ഡെലിഗേറ്റ്സ് ആണ് ഇത് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങളുണ്ട് ഭക്ഷണത്തിൻ്റെ വേസ്റ്റേജ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ പറയുമല്ലോ, ഇതൊക്കെയാണെങ്കിലും ഈ ലോകത്തിൻ്റെ വേറൊരു ഭാഗത്ത് ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ സൊമാലിയൻ കമ്പാരിസൺ എടുത്തത്. ഈ സൊമാലിയ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ സൊമാലിയയുടെ കാര്യം പണ്ട് PM തന്നെ കേസ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ഇവരൊക്കെ നേരെ ഓടുന്ന സൊമാലിയയിലേക്കാണ്. വേറെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു നേരം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഒന്നും വേണ്ട, ഈ കല്യാണം നടന്നിട്ടുള്ള ഗുരുവായൂർ ടെമ്പിൾ, ഈ കല്യാണം നടന്നിട്ടുള്ള ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരുപാട് പേര് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് മോശമായിട്ടുള്ള ആൾക്കാരും സംഭവം പ്രവർത്തികളൊക്കെ നടക്കുന്ന ഏരിയ ആണെങ്കിലും കൂടി അവിടെ ഒരുപാട് പേര് നമുക്ക് തന്നെ ആ ചുറ്റുപാടും കണ്ടറിയാം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ കുറച്ച് ഭക്ഷണം വേസ്റ്റ് ആയി കഴിഞ്ഞാലും അത് അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ അതിന് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ളൊരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എത്തിക്കാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ആ ക്ലിപ്പ് പ്ലേ ചെയ്യാം. സുരേഷ് ഗോപിയോട് ചോദിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി പുള്ളി പറയുകയാണ്,
ഈ ഭക്ഷണം എല്ലാവർക്കും ഭക്ഷണം വേസ്റ്റായി എന്നൊരു സംഭവം, ഭക്ഷണം കുറച്ച് എക്സ്ട്രാ വന്നിരുന്നു എന്നുള്ളത്. എക്സ്ട്രാ വന്ന സമയത്ത് പുള്ളി പറഞ്ഞുള്ളൊരു കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത്. നമുക്ക് വേറെ പല ആൾക്കാരും പലതും പറഞ്ഞ് പരത്തുന്നുണ്ട്, അതിനെക്കുറിച്ച് അതിലേക്ക് വരാം. പക്ഷേ ഈ ഒരു വീഡിയോൻ്റെ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിൽ 1-2 കാര്യങ്ങൾ എൻ്റെ പോയിൻറ്റും കൂടി പറയേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ സുരേഷ് ചേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും പല കേസിലും പുള്ളിയെ സപ്പോർട്ട് ചെയ്യും. പുള്ളിനെ വിമർശിക്കാൻ നമ്മളാരുമല്ല. പുള്ളിയുടെ മോളുടെ മാരേജാണ്, പുള്ളി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന എല്ലാ സംഭവങ്ങളും ചെയ്തു. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് ആൾക്കാർ അഭിപ്രായം പറയും. ആ കൂട്ടത്തിലുള്ള ഒരു അഭിപ്രായമായിട്ട് ദയവ് ഇതിനെ കാണുക. പുള്ളിനെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് റെസ്പെക്റ്റാണ് പുള്ളി ചെയ്യുന്ന ചാരിറ്റിയും കാര്യങ്ങളൊക്കെ സംഭവം ആണ്. നല്ലൊരു മനുഷ്യനാണ്, നമ്മളൊന്നും പുള്ളിയെ വിമർശിക്കാൻ ഏഴായാലത്ത് പോലില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു അഭിപ്രായം മാത്രമാണ് പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. പുള്ളിയുടെ ഈ മാരേജിനെ കുറിച്ചും അതിന് നടന്നിട്ടുള്ള ഫുഡിനെ കുറിച്ചും ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളി പരാമർശിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ആളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ വേണം. അല്ല എനിക്ക് മറ്റേതാണ്, ഒരു 100 പേർക്ക് വന്നിട്ട് ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ് അയക്കണം. അതാ എനിക്കിഷ്ടം. ഫുഡിന്റെ വില നമ്മൾ അറിയണം. അല്ല ശരി, ഒരു അരിമണി വേസ്റ്റ് ആവാൻ പാടില്ല. പക്ഷെ വരുന്നവർ നമ്മൾ കൊടുത്തില്ല എന്ന് പറയുമ്പോഴേ ഒരു കുഴപ്പമില്ല, അവര് സഹിക്കും. അല്ലോ ശരിയാ, നമ്മൾ ലേറ്റ് ആയി, അല്ലെങ്കിൽ ആ ഫുഡ് കണ്ടോ കളഞ്ഞില്ല, അതാണ് വേണ്ടത്. പഴയ കോൺസെപ്റ്റ് ഒക്കെ പോയി. ആദ്യത്തെ മര്യാദ എന്ന് പറയുന്നതിൽ പഴയ കോൺസെപ്റ്റ് ഇല്ല ഇപ്പൊ. ഇതൊക്കെ ആരാ പറയുന്നത് പഴയ കോൺസെപ്റ്റ് ഇല്ല എന്നുള്ളത്? ഞാൻ പറഞ്ഞത് നമുക്കെന്താ പറയുക, വിമർശിക്കേണ്ട കേസിൽ എതിരഭിപ്രായമായിട്ടോ, വിമർശനം എന്നല്ല പറഞ്ഞത്, എതിരഭിപ്രായമുള്ള കേസിൽ നമ്മളത് എവിടെയാണെങ്കിലും ക്ലിയർ ആയിട്ട് പറയും. ഇപ്പോൾ ഞാൻ ഒരു സംഭവം പറയട്ടെ. ഇപ്പോൾ പുള്ളിയുടെ കല്യാണത്തിന് വന്ന ആൾക്കാർ പുള്ളി ഇൻവൈറ്റ് ചെയ്ത് കീ ആയിട്ട് പുള്ളിക്ക് നേരിട്ട് അറിയുന്ന പുള്ളിക്ക് അറിയുന്ന ഗസ്റ്റ് ആർക്കെങ്കിലും ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എത്ര കാലം അവിടെ നിൽക്കും? അവർക്ക് ഭക്ഷണം കിട്ടാതിരിക്കാനുള്ള പണി അവിടെ ചെയ്യില്ല. മീൻസ് അവർക്ക് ഭക്ഷണം കിട്ടും എന്നുള്ളത് എന്ത് വന്നാലും ഇവർ ഈ ടീം കംപ്ലീറ്റ് ഇൻക്ലൂഡിങ് സുരേഷ് ഗോപി സാറാണെങ്കിലും ഉറപ്പ് വരുത്തില്ലേ? ആ ആൾക്കാരെ ഉറപ്പ് വരുത്തില്ലേ? അപ്പോൾ അതിൽ വളരെ കീ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട്, മമ്മൂട്ടി മോഹൻലാൽ എന്നൊന്നും പറയുന്നില്ല, പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് കീ ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള, അതിന് അത്രയും നോട്ടബിൾ അല്ലാത്ത അവരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കും, അവർ പക്ഷേ സെലിബ്രിറ്റി ആ ഒരു ഫ്രട്ടേണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കാം. ഇവർക്ക് ഭക്ഷണം കിട്ടാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതേ ന്യായീകരണം ഇവിടെ ഉണ്ടായിരിക്കും. അവർ സഹിക്കും എന്ന് പറയുമോ? പിന്നെ ഇപ്പോൾ വേറെ ചിലർ സോഷ്യൽ മീഡിയയിൽ പല സ്റ്റേറ്റ്മെൻറ്റ്സും പറഞ്ഞിട്ടു. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേര് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് ജീവിതത്തെക്കുറിച്ചും ബാക്കിയുള്ള ഒരു ഭക്ഷണത്തെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ തമാശയ്ക്ക് പറഞ്ഞൊരു ഡയലോഗ്. ഒരാൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത്. അതൊക്കെ വെറും തമാശയ്ക്ക് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സാണ്. പല ആൾക്കാരും കല്യാണം കണ്ട് ആ കപ്പിളിനെ ബ്ലസ്, ഇതാണ് കോൺസെപ്റ്റ്. കല്യാണം കണ്ട് കപ്പിളിനെ ബ്ലസ് ചെയ്ത് എന്ന് ഭക്ഷണം കഴിച്ച് പോരാന്നുള്ള സംഭവമുണ്ട്. ആ സമയത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് ഫുഡില്ല എന്ന് പറഞ്ഞാൽ ഇതിനൊരു ന്യായീകരണമില്ല. ഇത് എന്തായാലും ശരിയായില്ല. പക്ഷേ പുള്ളി പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് പോയിൻ്റാണ്. ഭക്ഷണത്തിൻ്റെ ഒരു അംശം പോലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പേഴ്സണലി ഞാൻ അത്രയും ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഹെൽത്തിനടക്കം പല സമയത്തും ഇഷ്യൂസ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി അതൊക്കെ വാരി വലിച്ച് നിന്നിട്ട് ഹെൽത്ത് മോശമാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിനോട് നമുക്ക് യാതൊരു വിധ താല്പര്യമില്ല. പക്ഷേ പുള്ളി ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മളൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പണിയെടുക്കുന്ന രാജ്യം. നമ്മൾ കാണേണ്ടത് സൊമാലിയ, ആഫ്രിക്കയിലെ ഒട്ടുമിക്ക പിന്നോക്ക രാജ്യങ്ങൾ, പിന്നോക്ക പ്രദേശങ്ങൾ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അനീമിക്കായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ചന്ത പറയണം. അപ്പൊ നമ്മളിവിടെ കൈ അവസാനം ഞാൻ ചെയ്യുന്നുണ്ട്. പോലും ഒരു അരിമണി വളരെ വാലിഡ് പോയിൻ്റാണ് പുള്ളി പറഞ്ഞത്. അതിൽ യാതൊരു വിധ എതിരഭിപ്രായമില്ല. ആ ഒരൊറ്റ ഇപ്പോൾ ഓരോ അരിമണി ഉണ്ടല്ലോ, അവന് കഴിക്കുന്നവൻ്റെ ഇത് എഴുതിയെന്ന് പറയില്ല, ഓരോ അരിമണി നമ്മളത് ശ്രദ്ധിച്ചാൽ ചെയ്യണം. പിന്നെ ഇതിന് വേണ്ടി നമ്മൾ സോമാലിയക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇത്രയുള്ള വേറെ എങ്ങോട്ടും പോകണ്ട, കേരളത്തിലും പോകണ്ട, കേരളത്തിന് വിട്ടും പോകണ്ട. നമ്മൾ ഗുരുവായൂരിനെ നോക്കി, ഗുരുവായൂർ കല്യാണം നടന്ന സ്ഥലത്തന്നെ നോക്കി അറിയാം, ഒരുപാട് പേര് അവിടെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഏത് നാട്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വേസ്റ്റൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടായിരിക്കും, ചെയ്തില്ല എന്നല്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ശരിക്കും ചെയ്തതെന്ന് അറിയില്ല. എന്തോ ഇതൊരു തള്ള് എന്നല്ല പറയുന്നത്, എന്തോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിയുടെ ഭാഗത്തു നിന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഒരു സുഖം തോന്നുന്നില്ല. ഗുരുവായൂരും ഒരു 200 മീലധികം എനിക്ക് തോന്നുന്നു അവിടെ കൊടുത്തു. അല്ല ഇതെല്ലാം ഞാൻ തികയില്ല എന്ന് പറഞ്ഞ് ഫുഡ് ഇല്ലാതെ ഒരു 200-500 പേരെ അയക്കണം എന്ന് പറഞ്ഞ് ചെയ്ത്. പക്ഷെ അവര് പേടിച്ചു, അവരിതിൽ കൂടുതൽ ചെയ്യും. ഞാൻ 1500 പറഞ്ഞെങ്കിൽ അവര് 2000 ചെയ്യും. കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. ഇവിടെ
അത് മതിയായിരുന്നു ആദ്യത്തെ റൗണ്ട്. ഉടനെ ഒരു 250 എക്സ്ട്രാ. ഓക്കെ, എന്താണെങ്കിലും ഷാജി പാപ്പൻ മീഡിയയിൽ ഈ ഇൻ്റർവ്യൂയുടെ പൂർണ്ണ രൂപമുണ്ട്. ഈ ഒരു വീഡിയോ ക്ലിപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വേറൊരു സംഗതി എന്താ വെച്ചാൽ ഗോകുൽ സുരേഷിൻ്റെ പേരിൽ ഒരു ചെറിയ റൂമർ എന്നല്ല, 2 ചാനലാണ് മെയിനായിട്ട് ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് സ്റ്റാർ വ്ളോഗ് എന്നുള്ളതും പിന്നെ വേറൊരു ചങ്ങാതി അരിയണ്ണനോ മറ്റേ മാസ്റ്റർ പ്രഭു ടോക്സ്, ഇയാളുടെ ഈ 2 ചാനലുകളിലാണ് ഈ 2 ചാനലിലാണ് ഇതിൻ്റെ അലിഗേഷൻസ് കണ്ടത്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളിൽ 150 പേര് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പുറത്ത് ഇത്രയും ആൾക്കാർ കാത്തു നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് കല്യാണ വീട്ടിൽ ഭക്ഷണത്തിൻ്റെ സ്ഥലത്ത് കാണേണ്ട ഒരു സംഭവമാണ്. ഈ ഒരു സമയത്ത് ഗോകുൽ സുരേഷ് ഇറങ്ങി വന്നിട്ട് പിന്നെ ഇറങ്ങി പോകാൻ പറയേ, ഭക്ഷണം കഴിക്കാൻ വന്ന ആൾക്കാരോട് പറയുക എന്നൊക്കെ മോശമായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ആ ഒരു ന്യൂസ് അറിഞ്ഞോന്നറിയില്ല, അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ അത് അറിഞ്ഞിട്ട് ഇപ്പോൾ ചങ്ങായിക്ക് പബ്ലിസിറ്റി കൊടുക്കണം. പക്ഷേ അത്യാവശ്യം 3 ലക്ഷം 4 ലക്ഷം ആൾക്കാർ കണ്ടൊരു വീഡിയോ അതിൽ ഇത്ര മോശമാക്കിയിട്ട് ഒരു കഥ മെനഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വെരി ബാഡ്. പ്രത്യേകിച്ച് ഒരു യൂട്യൂബർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോകുകയാണെന്ന് വിചാരിക്കുക. ആ സ്ഥലത്ത് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഇതുപോലത്തെ ഒരു നമുക്ക് എതിരഭിപ്രായമുള്ള ഒരു സംഭവം കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വീഡിയോ എടുക്കാതിരിക്കില്ല. ആ ജസ്റ്റ് സ്റ്റാർ വ്ളോഗർ എന്ന് പറഞ്ഞ ചങ്ങാതി അവൻ പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ടോ. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഭക്ഷണം വേസ്റ്റായി പോയി, എന്നിട്ട് ഭയങ്കര ഭക്ഷണം വേസ്റ്റാവില്ല, ഭക്ഷണം വന്നവർക്ക് പോലും കൊടുക്കാതെ ഗൂഗിളെല്ലാവരും ആട്ടി ഓടിച്ചു എന്നിട്ട് സംഭവം. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഒരു ക്യാമറയിൽ അത് കുടുങ്ങിയിട്ടില്ല, ഒരു സംഗതി എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഗോകുലത് പറഞ്ഞ് സംഭവം അത്രയേ ഉള്ളൂ. വിളിക്കാത്ത കല്യാണത്തിന് പോയ ഒരുപാട് പേര് അവിടെ ഉണ്ടാവും. അപ്പോൾ അവർ ആട്ടിയതിൽ യാതൊരു സംഭവമില്ല. സംഗതി വെച്ചാൽ വിളിക്കാത്തവരായിട്ട് ആരും വരണ്ടാതോ അങ്ങനെ എന്തോ ഒരു സംഭവം കണ്ടത്. ഈ വീഡിയോ ഇറക്കിയിട്ടുള്ള ജസ്റ്റ് സ്റ്റാർ വ്ളോഗറിനാണെങ്കിൽ പോലും അവനും അവിടെ വിളിക്കാതെ പോയിക്കണം, അവൻ ആരും കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ബേസ്ലെസ് ആയിട്ടുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കറങ്ങിയടിച്ച് നടക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ സുരേഷ് ഗോപി സാർ ഈ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടോ ഒരു പോയിൻ്റ് ഉണ്ട്, ഭക്ഷണം വേസ്റ്റ് ആക്കരുതെന്നുള്ളത്. പക്ഷേ നമ്മൾ കല്യാണത്തിന് വിളിക്കുന്നത്, നമ്മളൊരു ഫംഗ്ഷൻ ഒരാളെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള കല്യാണത്തിനൊക്കെ എത്ര പേര് വരും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഫുഡ് വേസ്റ്റേജ് അല്ലെങ്കിൽ ഷോർട്ടേജ് വരും. അതൊക്കെ മാനേജ് ചെയ്യേണ്ടത് അത് ചെയ്യുന്ന ആൾക്കാരുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീൻ്റെയും ഈ ഇതൊക്കെ ഏറ്റെടുത്ത ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ദേ മസ്റ്റ് എൻഷുവർ ദാറ്റ് ഫുഡ് ഇസ് നോട്ട് ബീങ് വേസ്റ്റഡ്. പക്ഷേ അത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഇത് പരിപാടി നടത്തുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കൂടുതൽ പൈസ ആവുമായിരിക്കാം. പക്ഷേ പൈസ ചിലവായാൽ പോലും ഫുഡിൻ്റെ വേസ്റ്റേജ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. അതായത് ഭക്ഷണം വന്നവർക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും വേണം, അതേപോലെ തന്നെ ഓൺ ദ സെയിം ടൈം എന്താ പറയുക, ആരും ഭക്ഷണം കഴിക്കാതെ മടങ്ങിപ്പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതൊരു സുഖമുള്ള കാര്യമല്ല. അതൊക്കെ 2ാം നമ്പർ പരിപാടിയാണ്. ഭക്ഷണം ഒരു കല്യാണത്തിന് വന്നിട്ട് ഒരാൾ ഭക്ഷണം കഴിച്ചാണ് മടങ്ങിപ്പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ചീപ്പ് പരിപാടി. അപ്പോൾ അതിനെ ഇതുപോലെ ഒന്ന് ന്യായീകരിക്കുന്ന സമയത്ത് നമ്മൾ സുരേഷ് ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും സപ്പോർട്ട് ചെയ്യും. നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും ഡെഫിനറ്റ്ലി. പക്ഷേ നമുക്ക് എവിടേക്കാണോ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത് അത് ഡെഫിനറ്റ്ലി നമ്മുടെ പ്ലാറ്റ്ഫോം ഇതുള്ളത് കൊണ്ട് നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയും. ഇത്ര മാത്രം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ.